നമസ്കാരം, നൈനാസ് ഫ്ലേവേഴ്സ് ആൻഡ് സ്പൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ റെസിപ്പിയുമായിട്ടാണ്. ചിക്കൻ തന്തൂരി. അത് നമുക്ക് ഓവനൊന്നും ഇല്ലാതെ എങ്ങനെയാണ് ഗ്യാസ് സ്റ്റൗവിൽ റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമ്മുടെ തന്തൂരി ചിക്കനിന് ആവശ്യമായിട്ടുള്ള ചിക്കനാണ് ഈ എടുത്ത് വെച്ചിരിക്കുന്നത്. 3 വലിയ ലെഗ് പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് പീസസ് സെലക്ട് ചെയ്യാം. അതുപോലെ ഞാൻ മസാലയിൽ ചേർക്കാനായിട്ട് ഒരു 4 വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, അതുപോലെ 4 പച്ചമുളക് ഇത്രയും എടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് അരച്ചും കൂടി എടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു ടവലോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ വെച്ച് അതിൻ്റെ വാട്ടർ കണ്ടൻ്റ് ഒക്കെ ഒന്ന് തുടച്ച് മാറ്റണം. അല്ലെങ്കിൽ കുറച്ച് നേരം വെള്ളം വാർന്ന് പോകാൻ വെച്ചിരുന്നാലും മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് അതിൻ്റെ അകത്തേക്ക് മസാല നന്നായിട്ട് പിടിക്കാനാണ്. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ അതിൻ്റെ മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം ഇത് 3 പീസ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ ഒരു നാരങ്ങയുടെ ഹാഫ് അത് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞൊഴിക്കണം. എന്നിട്ട് ആ നാരങ്ങ നീര് നന്നായിട്ട് കൈ വെച്ച് ഇതിൻ്റെ അകത്തേക്കൊക്കെ ഒന്ന് പുരട്ടുന്ന രീതിയിൽ നമുക്കൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. അത് ആ ഓരോ കട്ട് ചെയ്ത ഭാഗത്തേക്കും ആ നാരങ്ങയുടെ ജ്യൂസ് ഒന്ന് കയറാൻ വേണ്ടിയാണ്. അപ്പോൾ ചിക്കൻ നല്ല വാട്ടർ കണ്ടൻറ്റ് ജ്യൂസി ആയിട്ടിരിക്കും. അല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്ത് വരുമ്പോൾ അങ്ങ് വല്ലാണ്ടങ്ങ് റബ്ബർ പോലെ ആയിപ്പോവും. അങ്ങനെ കട്ടിയാകാതിരിക്കാനും സോഫ്റ്റ് ആയിട്ടിരിക്കാനും വേണ്ടിയാണ് നമ്മളിങ്ങനെ ലെമൺ ജ്യൂസ് ആദ്യമേ തന്നെ ഇതിലൊന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്യാനായിട്ടുള്ള മസാല റെഡിയാക്കാം. ഞാൻ ആ നേരത്തെ പറഞ്ഞ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അത് ഞാനൊന്ന് ഇങ്ങനെ മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി ബാക്കി പൗഡേഴ്സൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ എരിവിനനുസരിച്ച് നമുക്ക് കുരുമുളക് പൊടി ചേർക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല ഞാനിവിടെ 1/2 ടീസ്പൂൺ ഗരം മസാലയും ഷാ ജീര പൊടിച്ച് വെച്ചതും കൂടി ചേർക്കും. അത് നല്ലൊരു ഫ്ലേവർ കിട്ടാനാണ് അത് സെപ്പറേറ്റ് ഞാൻ പൊടിച്ച് വെച്ചിട്ട് ചേർക്കുന്നത്. ഷാ ജീര ഒരു 1/2 ടീസ്പൂൺ ഷാ ജീരയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് ഞാനിവിടെ ഒരു ഹാഫ് ലെമണിൻ്റെ ജ്യൂസ് കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ ഹാഫ് ഓൾറെഡി ചിക്കനിൽ ചേർത്തു, ബാക്കി ഹാഫാണ് ഞാനിവിടെ ചേർക്കുന്നത്. അതിൻ്റെ കൂടെ തൈര്, നല്ല കട്ട തൈരാണ് ഞാൻ ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. അത് നല്ല പുളിയുള്ള തൈരാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ ലെമൺ ജ്യൂസ് അവോയ്ഡ് ചെയ്യാം, അത് ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിലിപ്പോൾ ലെമൺ ജ്യൂസ് കാരണം പുളി ഇല്ലാത്ത തൈരാണ് ഞാൻ ചേർക്കുന്നത്. പക്ഷെ തൈര് മസ്റ്റാണ് ഇതിൽ ചെയ്യേണ്ടത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമുക്കിത് ചിക്കനിലേക്ക് മാരിനേറ്റ് ചെയ്യാം. അതുപോലെ നല്ലൊരു സോഫ്റ്റ് ടെക്സ്ചർ കിട്ടാനായിട്ട് ഞാനിതിലേക്ക് കുറച്ച് ഓയിൽ ചേർക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ മാറ്റി ചേർത്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കണം. എരിവോ പുളിയോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർക്കാം. കാശ്മീരി മുളക് പൊടി ഞാൻ നല്ലൊരു കളർ കിട്ടാനാണ് ചേർക്കുന്നത്. നല്ല മുളക് പൊടിയാണെങ്കിൽ നിങ്ങൾ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. എന്നിട്ട് ഇതേപോലെ ചിക്കൻ്റെ പീസ് എടുത്ത് നമുക്കിനി ഇത് മാരിനേറ്റ് ചെയ്യാം. മാരിനേറ്റ് ചെയ്യുന്ന കൈവച്ചാണ് ഞാനിവിടെ ചെയ്യുന്നത്. കാരണം അതിൻ്റെ ആ കട്ട് ചെയ്തേക്കുന്ന ഓരോ സ്ലൈസിൻ്റെ ഇടയിൽ നന്നായിട്ട് മസാല ഇറങ്ങി പിടിക്കാൻ വേണ്ടിയാണ്. അത് ഇങ്ങനെ അതിൻ്റെ ഇടയിലോട്ട് മസാല ആക്കി കൊടുത്താൽ നന്നായിട്ട് ചിക്കൻ്റെ അകത്തേക്ക് മസാല നല്ലതായിട്ട് പിടിക്കും. അതുകൊണ്ടാണ്. അപ്പോൾ 3 പീസും ഇതേപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇത് മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കണം. ഒരു മിനിമം 3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. ഇപ്പം ഇവിടെ ഞാനിത് ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ്. ഞാനിവിടെ ഓവർനൈറ്റ് ആണ് വെച്ചത്, രാത്രിയാണ് മാരിനേറ്റ് ചെയ്തത്. എന്നിട്ട് മോർണിംഗ് ആണ് ഞാനിതിവിടെ കുക്ക് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത്രയും നേരം ഇരുന്നാൽ അത്രയും ടേസ്റ്റാണ്. 3 മണിക്കൂറെങ്കിലും മിനിമം വെക്കണം. അതിൽ കൂടുതൽ നിങ്ങൾക്ക് ഓവർനൈറ്റ് ഒക്കെ ചെയ്ത് വെച്ചാൽ അത്രയും നല്ലത്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലൊരു അടികട്ടിയുള്ള ഒരു പാനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടറിലാണ് ഞാനിതിവിടെ കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ബട്ടർ മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ ചിക്കൻ്റെ പീസ് ഒന്ന് വെച്ച് കൊടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇടരുത്. ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ ആ മസാലയൊക്കെ അങ്ങ് കരിഞ്ഞു പോവും, ഉള്ളു വേഗത്തില്ല. ചിക്കൻ്റെ ഫ്ലഷ് വേകണമെങ്കിൽ ലോ ഫ്ലെയിം അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോട്ട് ഇട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. അതുപോലെ ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലിൽ കുക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ബട്ടറാണ് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് വരുന്നത്.
അപ്പോൾ ഇതുപോലെ 3 പീസും ഞാൻ ഒരുമിച്ച് തന്നെയാണ് ഇട്ട് കൊടുത്തത്. ഓരോ പീസായിട്ടും കുക്ക് ചെയ്യാം, അത് നമ്മുടെ ഇഷ്ടം പോലെയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ എല്ലാ പീസും ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതിനെ ഒന്ന് അടച്ചിട്ട് കുക്ക് ചെയ്യാം. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം, കാരണം അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ മസാലാസൊക്കെ ചിലപ്പോൾ അടിക്ക് പിടിക്കും, അപ്പോൾ അടിക്ക് പിടിക്കാതിരിക്കാൻ ഇടയ്ക്കൊന്ന് ഒരു സ്പാറ്റില വെച്ചൊന്ന് ഇളക്കി കൊടുത്താൽ നല്ലതായിരിക്കും. ഇതിപ്പോൾ ഒരു 3 മുതൽ 4 മിനിറ്റ് വരെ കുക്കായിട്ടുണ്ട്. ആ ടൈമിൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അതിൻ്റെ മസാലയൊക്കെ ഒന്ന് അതിൻ്റെ അകത്തേക്ക് പിടിച്ച് കയറാനാണ് അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുന്നത്. തിരിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും ഇതുപോലെ 4 മിനിറ്റെങ്കിലും കുക്ക് ചെയ്യണം. അതിന് ശേഷം വീണ്ടും തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അതിങ്ങനെ ഇടയ്ക്ക് ചെയ്യണം. പിന്നെ ഓയിൽ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. അത് ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി. ആദ്യമേ ഒരുമിച്ച് ബട്ടർ ചേർത്ത് കൊടുക്കണ്ട. എന്നിട്ട് ഇതിനെ വീണ്ടും അടച്ചിട്ട് തന്നെ കുക്ക് ചെയ്യാം. ഇപ്പം നമ്മുടെ തന്തൂരി ചിക്കൻ വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്കിവിടെ ഒരു ചട്നി റെഡിയാക്കാം, അത് ചിക്കൻ്റെ കൂടെ കഴിക്കാൻ. ഒരു പിടി മല്ലിയിലയാണ് ഞാൻ അതിലേക്ക് എടുക്കുന്നത്. അതിൻ്റെ കൂടെ ആവശ്യത്തിന് പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ എടുക്കണം. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലെമൺ ജ്യൂസ്, അതൊരു ഹാഫ് ലെമൺ ജ്യൂസാണ് ഞാനിവിടെ ചേർക്കുന്നത്. അപ്പോൾ അതിന് ശേഷം പിന്നെ കുറച്ച് നമ്മുടെ തൈരും കൂടി ചേർക്കണം. നല്ല കട്ട തൈരാണ് ഞാനിവിടെ ചേർക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ കട്ട തൈര് ചേർക്കുന്നുണ്ട്. നിങ്ങൾ ചേർക്കുന്ന സമയത്ത് പുളിയുള്ള തൈരാണെങ്കിൽ ലെമൺ ജ്യൂസ് ഒഴിവാക്കണം. അത് നിങ്ങളുടെ ആ ഒരു തൈരിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് വേണം ചേർക്കാൻ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഇതിപ്പോൾ ഗ്രൈൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചും കൂടി തൈര് ഞാനിവിടെ ചേർക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്തിട്ട് നന്നായിട്ട് സ്പൂൺ വെച്ചൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ ബീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കളർ നല്ലൊരു ലൈറ്റ് ഗ്രീൻ കളറിലേക്ക് മാറും. മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം ആണ് ഇങ്ങനെ തൈര് ചേർക്കേണ്ടത്. അപ്പോഴാണ് അതിൻ്റെ ഒരു ടെക്സ്ചർ കറക്റ്റിന് നമുക്ക് കിട്ടുള്ളൂ. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പൊക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ. ഇത്രയേ ഉള്ളൂ ഈ ചട്നി. വളരെ സിമ്പിളാണ്, ഇതിൽ കുക്കിംഗ് ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചട്നിയാണ്. ചിക്കൻ തന്തൂരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തന്തൂരി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് കുക്കായിട്ടുണ്ട് 2 സൈഡും. ഇനി ഇതിലേക്ക് ഒന്ന് സ്മോക്കി ഫ്ലേവർ കൊടുക്കാനായിട്ട് ഒരു ചാർക്കോൾ കത്തിച്ച് ഇതുപോലെ വെച്ചിട്ട് അതിലേക്ക് ഒരു ഇച്ചിരി ബട്ടറോ നെയ്യോ ഇട്ട് നന്നായിട്ട് അതിൻ്റെ സ്മോക്ക് വരണം. അതൊരു 5 മിനിറ്റ് ഇതുപോലെ അടച്ചങ്ങ് വെച്ചിരുന്നാൽ മതി. നല്ല രീതിയിൽ അതിൻ്റെ സ്മോക്ക് ആ ചിക്കനിലേക്ക് ഇറങ്ങിക്കോളും. അപ്പം നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ നമുക്ക് ചിക്കൻ തന്തൂരി വീട്ടിൽ റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ തന്തൂരിയുടെ പ്രിപ്പറേഷൻ. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായം പറയാൻ മറക്കണ്ട. അതുപോലെ ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. ഷെയർ ചെയ്താൽ മാത്രമേ നമ്മുടെ ഈ ചാനൽ മറ്റുള്ളവരിലേക്ക് എത്തുകയുള്ളൂ. ഓക്കെ, അപ്പം നെക്സ്റ്റ് റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ.